ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദാ നീ ഇതൊന്ന് കഴിച്ചേ. വേണ്ട മാമി, എനിക്ക് തീരെ വിശപ്പില്ല. ഇന്നത്തെ ഈ രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്തെങ്കിലും കടുകയും ഞാൻ ചെയ്യും. ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ ഇല്ലാതാവും, ഉറപ്പാ. നൂറേ, അതെ, ഇങ്ങനെയായിരുന്നു ഈ കാർ ഓടിക്കാൻ ആ കമലങ്ങളെ കൊണ്ടുവരായിരുന്നു. വിഷ്ണു അച്ഛാ, ഡ്രൈവിംഗ് ശ്രദ്ധയോടെ ചെയ്യേണ്ട കേട്ടോ. ഓ അതെ, ഇത്തിരി ചില്ലറ കാര്യങ്ങളല്ലട്ടാ, നമ്മളെ ശരിക്കും സൂക്ഷിക്കേണ്ടിയിരിക്കണു. അതെങ്ങനെ? അതെ, ഈ അച്ഛൻ്റെ അല്ലേ മക്കള്, രണ്ടിനും ഈ ഗുണം കാണാതിരിക്കില്ല. ആ മക്കളെ, ഇപ്പൊ അച്ഛന്റെ ഡ്രൈവിംഗിന്റെ കോൺസെൻട്രേഷൻ കളയുന്ന ആരാ നോക്കിയേ? രണ്ടും കണക്കാ. മിക്കവാറും വണ്ടി ഞങ്ങൾ ഓടിക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. ശരി, അടുത്ത കീറ്. മക്കളെ കേട്ടില്ലേ, ഇതാണ് ട്രിപ്പ്. ഇങ്ങനെ വേണം ട്രിപ്പ്. മക്കളെ ഒരു പാട്ട് പാടിയേ. ഒന്നാം തരം ബലൂൺ തരാം. അയ്യോ, ഈ ഒന്നാം തരം ബലൂൺ കേട്ട് കേട്ട് മടുത്തു. വേറെ വല്ല പാട്ടും പാട്. ആ പോരട്ടെ. മറ്റേ പാട്ട് പാടിയാലോ? മറ്റേ പാട്ട് പാടാം. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ ആയിരം താരകൾ പൂത്തു വന്നു. പൂക്കട്ടെ പൂക്കട്ടെ. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന് തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിന്റെ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. അനുപേ, ഇങ്ങനെ വാച്ച് നോക്കുന്നിട്ട് ഒരു കാര്യമില്ല. സമയം പൊയ്ക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. ഫോൺ വിളിച്ചാ കുഴപ്പാ. ചിലപ്പോ ആ ഒരൊറ്റ കാരണം മതി പണി വാങ്ങിച്ചു കൂട്ടാൻ. മെസ്സേജ് ഇട്ടത് നൂർജഹാൻ കണ്ടായിരുന്നോ? കണ്ടല്ലോ, അതാണല്ലോ അവൾ എന്നെ വിളിച്ചത്. അപ്പോൾ അളിയ, നീ സമയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലേ? എടാ, ഞാനെല്ലാം പറഞ്ഞതാ. പിന്നെ എന്തു പറ്റി? എത്ര നേരം നമ്മൾ കാത്തു നിൽക്കുന്നു? ഇനി ആ ഫോൺ കോൾ കഴിഞ്ഞ് റോങ് ആയിട്ട് വല്ലതും സംഭവിച്ചോ? അപ്പോഴവള് വിളിച്ചപ്പോ ആ പേ പിടിച്ചവനും അവന്റെ വാപ്പ അവിടെ ഇല്ലെന്നാ പറഞ്ഞേ. ഇനി വന്നോന്നാ എന്റെ ഒരു സംശയം. 11 മണിക്ക് മുമ്പ് രജിസ്റ്റർ ഓഫീസ് ചെന്നില്ലെങ്കിൽ ആ രജിസ്ട്രാറെ അയാളുടെ പാട്ടിനങ്ങ് പോകും. എന്തായാലും കുറച്ചേരം കൂടെ ഒന്ന് നോക്കാം, എന്നിട്ട് എന്തെങ്കിലും ചെയ്യാം. ഹലോ എടാ അരുണ, എന്തായി കാര്യങ്ങള്? ഇവിടെ വന്ന് നിന്ന് കുറച്ചേരം കാറ്റും കൊണ്ടിട്ട് പോവേണ്ടി വരുമോ? നീ ചുമ്മാ ആ നാക്ക് വളച്ചൊന്നും പറയാതെ. ഇവിടെ ഒരുത്തിന് അതുകൂടി കേട്ടാ എപ്പ കാറ്റ് പോയെന്ന് ചോദിച്ചാൽ മതി. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ പിയൂൺ വന്ന് 1-2 വട്ടം നോക്കിയിട്ട് പോയി. എടാ, എന്തെങ്കിലും പറഞ്ഞ ആ രജിസ്ട്രാറെ കുറച്ചു നേരം കൂടെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റുമോ? പിന്നെ എന്റെ വകയിലെ കുഞ്ഞമ്മയുടെ മോനല്ല ഇരിക്കുന്നത്. വല്ല നടക്കുന്ന കാര്യവും പറയടാ. ഒന്ന് ക്ഷമിക്കടാ. എടാ, നമ്മുടെ അനൂപിന് വേണ്ടിയല്ലേ? അവനെ സ്നേഹിക്കുന്ന നൂറിന് വേണ്ടിയല്ലേ? നോക്കട്ടെ, എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ ആ പിയൂണിനെ ഒന്ന് കാണട്ടെ. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. എവിടെ അരുണന്തിയെ? ഞാൻ പറഞ്ഞിരുന്നല്ലേ 10:30 ചെറുക്കനും പെണ്ണും ഇവിടെ കാണണമെന്ന്. ഇതെന്താ കുട്ടികളിയാന്ന് വിചാരിച്ചോ? എല്ലാ കാര്യങ്ങളും ഞാൻ അവനോട് പറഞ്ഞിരുന്നാണല്ലോ. എന്തേ അവന്? ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ച അതുപോലെ ചെയ്യില്ല. അരുൺ അവനെ കൊണ്ട് വന്നോണ്ടിരിക്കുക. വരുന്നതേ ഉള്ളൂ. ഇനി എപ്പോ എത്താനാ? അവൻ ലൈനിലുണ്ട്, നേരിട്ട് പറഞ്ഞു. അരുണേ, എവിടാ? നിങ്ങൾ എവിടെത്തി? പറഞ്ഞ സമയത്ത് എത്തിയില്ലെങ്കിൽ രജിസ്ട്രാർ പോവേ. പിന്നെ എന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ദാ പിടിച്ചോ. ഹലോ ഹലോ ഹലോ. എടാ, പിയൂൺ ചേട്ടൻ നല്ല ചൂടില്ല.
നൂറിനെ അറിയിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? മോളെ നൂറേ, എത്ര നേരം വെച്ചാ ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്? ദാ ഇത് കഴിക്കേ. വേണ്ട മാമി, എനിക്കൊന്നും വേണ്ട. ഞാനിവിടെ പട്ടിണി കിടന്നോളാം. തീരട്ടെ, എന്നെ കൊണ്ടുള്ള ശല്യം തീരട്ടെ. എനിക്ക് ആരുമില്ലല്ലോ. എന്റെ ഇഷ്ടങ്ങളും സങ്കടങ്ങളും കേൾക്കാനും പറയാനും എന്നെ ആശ്വസിപ്പിക്കാനും എനിക്ക് ആരുമില്ലാതായി പോയില്ലേ? എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? നിന്നോട് ഇഷ്ടവും സ്നേഹവും ഇല്ലാഞ്ഞിട്ടാണോ നിനക്ക് വേണ്ടി മാമി ഈ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നേ? എനിക്കറിയാം, എല്ലാവരും കൂടി എന്റെ ജീവിതം ഇല്ലാതാക്കും. നീ ഒന്ന് സമാധാനപ്പെട്. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. ദാ നീ ഇതൊന്ന് കഴിച്ചേ. വേണ്ട മാമി, എനിക്ക് തീരെ വിശപ്പില്ല. ഇന്നത്തെ ഈ രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്തെങ്കിലും കടുകയും ഞാൻ ചെയ്യും. ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ ഇല്ലാതാവും, ഉറപ്പാ. നൂറേ, നീ കരുതുന്ന പോലെ അതൊന്നും അത്ര എളുപ്പമല്ല. ഇതെങ്ങാനും ഇവിടെയുള്ളവർ അറിഞ്ഞാലുള്ള അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. നിന്നെ കെട്ടുന്നവനെയും നിന്നെയും നിന്നെ സഹായിച്ച ഈ എന്നെയും അവര് ചിലപ്പോ കൊന്നു കുഴിച്ചു മുടിയെന്നിരിക്കും. അത്രയും വലിയൊരു അപകടം നമ്മളായിട്ട് വിളിച്ചു വരുത്തണോ? അതിനിതൊന്നും ഇവിടെ ആരും അറിയാൻ പോകുന്നില്ല മാമി. 11 മണിക്ക് രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞ അതുപോലെ തന്നെ ഞാൻ തിരിച്ചു വരില്ലേ? വിവാഹം നടന്ന കാര്യമൊക്കെ നമുക്കല്ലേ അറിയാവൂ. ഇവർക്കാർക്കും അറിയാൻ പറ്റില്ലല്ലോ. എന്നെ ഒട്ടും കാണാതായാലല്ലേ അതൊരു വലിയ പ്രശ്നമായി മാറേണ്ട കാര്യമുള്ളൂ. ദേവി, ഇത് മാമി എന്നെ ഒന്ന് സഹായിക്കണം. നീ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നീ പറയുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ നടക്കും മോളെ. എന്റെ ഉള്ളിതേ കിടന്ന് പിടയ്ക്കുക. ഞാൻ മാമിയുടെ കാല് പിടിക്കാം, എന്നെ ഒന്ന് സഹായിക്കേ. അവരെവിടെ എല്ലാരും ഞാൻ ചെല്ലാൻ വേണ്ടി കാത്തു നിക്ക. രജിസ്ട്രേഷൻ കഴിഞ്ഞ ആ നിമിഷം ഞാൻ അവിടുന്ന് പോരും. ഞാൻ പോകുന്നതും വരുന്നതെല്ലാം ഇവിടെയുള്ള ആരും അറിയാൻ പോകുന്നില്ല. മാമിക്കൊരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കിക്കോളാം. ഒന്നെന്നെ സഹായിക്കും മാമി. എന്റെ ഉമ്മയോട് പറയും പോലെ പറയാ. നീ എന്നെ സങ്കടപ്പെടുത്തുവാണല്ലോ മോളെ. അവര് നിന്റെയും നസീറിന്റെയും കല്യാണ ലെറ്ററുകൾ വിളിക്കേണ്ടവരുടെ അഡ്രസ് എഴുതിക്കൊണ്ടിരിക്കുക. പാചകക്കാരെ വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുക. ഇതൊക്കെ അറിയാവുന്ന ഞാൻ കല്യാണപ്പെട്ട് ജീവനോടെ ഇരുന്നാലല്ലേ ഈ ഒരുക്കങ്ങൾ കൊണ്ട് ഗുണമുള്ളൂ. ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്കുക. ഇന്ന് ഈ രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ പിന്നെ നൂർജഹാൻ ഈ ഭൂമിയിലില്ല. മാമിക്ക് ഞാൻ ജീവിക്കണമെന്ന് ഒട്ടും ആഗ്രഹമില്ലേ? ശരി, നീ പോയിട്ട് വാ. ഈ ബന്ധം നടക്കണമെന്ന് നീ ഇത്രയേറെ ആഗ്രഹിക്കുമ്പോ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന ഏക സഹായം ഇത് തന്നെയാ.